5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. രാഷ്ട്രമാണ്, രാഷ്ട്രീയമല്ല വലുത് എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ശശി തരൂർ അടിച്ചിട്ടുണ്ട്. അദ്ദേഹം അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അടിച്ചത് ശരിയല്ല. രാഷ്ട്രവിരുദ്ധത ആരും പറയുന്നത്, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രത്തിന് വേണ്ടി തന്നെയാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളുണ്ട്, രാഷ്ട്രീയ നിലപാടുകളുണ്ട്. രാഷ്ട്രീയ നിലപാടുകളും രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾക്ക് അനുസരിച്ച് വേണം രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവർ പ്രവർത്തിക്കാൻ. എത്രയോ അവസരങ്ങളുണ്ട്. ജ്യോതിബാസു പ്രധാനമന്ത്രി ആകാമോ എന്ന് ഒരു ചാൻസ് വന്നു ജ്യോതിബാസുവിന്. CPM പോളിറ്റ് ബ്യൂറോ പറഞ്ഞ് പാടില്ല. ശൈലജ ടീച്ചറിന് ഒരു അവാർഡ് കിട്ടി. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പറഞ്ഞു അത് പോയി വാങ്ങരുത്, ആ അവാർഡ് നല്ല അവാർഡല്ല, കൊടുക്കുന്ന ടീം ഒരു കോർപ്പറേറ്റ് സാമ്രാജ്യത്വ ടീമാണ്, അതുകൊണ്ട് ആ അവാർഡ് വേണ്ട. അങ്ങനെ എത്രയോ അവസരങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്താണ് ഏറ്റവും കൂടുതലുള്ളത്. എത്രയോ അവസരങ്ങൾ ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പാർട്ടിയുമായി ആലോചിക്കുകയൊക്കെ ചെയ്യും. പാർട്ടി തന്നെ ലിസ്റ്റ് കൊടുക്കുന്ന രീതിയുണ്ട്. ഇവിടെ ശശി തരൂർ കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടാണ് കാര്യങ്ങൾ ചെയ്തത്. എന്നാൽ ശശി തരൂരിൻ്റെ മാത്രം കാര്യങ്ങളാണ് ഇവിടെ സമൂഹത്തിൽ കടന്ന് ബോളം ഉണ്ടാക്കുന്നത്. നമ്മുടെ ജോൺ ബ്രിട്ടാസിനെ കൊടുത്തു. CPM നിന്ന് ജോൺ ബ്രിട്ടാസ് പോകുന്നുണ്ട്. ഇവിടെ ആർക്കും തർക്കമില്ല, BJPക്കാർക്കും തർക്കമില്ല, കോൺഗ്രസ്സുകാർക്കും തർക്കമില്ല. പണ്ട് നരസിംഹറാവുവിൻ്റെ കാലത്ത് വാജ്പേയി അയച്ചിരുന്നു. വാജ്പേയി അന്ന് പ്രതിപക്ഷ നേതാവാണ്. വാജ്പേയി ഇതുപോലത്തെ കാര്യത്തിന് അന്ന് അയച്ചിരുന്നു. നരസിംഹറാവുവാണ് അത് നോമിനേറ്റ് ചെയ്തത്. അന്ന് ഇതുപോലത്തെ ഒരു തർക്കമില്ല, വഴക്കമില്ല. വാജ്പേയി പോയി അത് ഭംഗിയായി നിർവഹിച്ചിട്ട് വന്നു. അദ്ദേഹത്തെ ഏൽപ്പിച്ച ചുമതല, അദ്ദേഹം ഏറ്റെടുത്ത ചുമതല വളരെ ഭംഗിയായി നിർവഹിച്ചിട്ട് വന്നു വാജ്പേയി. അത് നമ്മുടെ റഹീമിനെ പോലുള്ള ആളുകളുണ്ട് ഇവിടെ. പക്ഷേ അങ്ങനെയുള്ള ആളുകളെ അയച്ചില്ല. റഹീമിന് ഇനി ഭാഷയുടെ പ്രശ്നമുള്ളത് കൊണ്ടാണോ അതെന്താണെന്നറിയില്ല. പക്ഷേ ഡോക്ടറേറ്റൊക്കെ ഉണ്ടല്ലോ. റഹീമിനെ അയച്ചില്ല, ബ്രിട്ടാസിനെയാണ് തീരുമാനിച്ചത്. അതിലാർക്കും പരാതിയില്ല, അല്ലെങ്കിൽ ആ കാര്യം ആരും ചർച്ച ചെയ്യുന്നില്ല. പിന്നെ ശശി തരൂർ മനസ്സിലാക്കേണ്ടത്, കോൺഗ്രസ് ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ളവർ, രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ മറ്റ് പാർട്ടിയിലുള്ളവരെ, എതിർ പാർട്ടിയിലുള്ളവരെ, അത് ഭരണകക്ഷിയായാലും പ്രതിപക്ഷമായാലും എതിർ പാർട്ടിയിലുള്ളവരെ രാഷ്ട്രീയമായി തന്നെയാണ് കാണുന്നത്. അതിനെ രാഷ്ട്രത്തിൻ്റെ ഭാഷയിലോ രാഷ്ട്രത്തിൻ്റെ സ്നേഹവും രാഷ്ട്രസ്നേഹമായിട്ടൊന്നും കൂട്ടിക്കുഴയ്ക്കുന്നത് ശരിയല്ല. രാഷ്ട്രം വേറെയാണ്, രാഷ്ട്രീയം വേറെയാണെന്നൊക്കെ പറയുന്നത് രണ്ടും രണ്ട് തന്നെയാണ്. രാഷ്ട്രീയം തന്നെയാണ് നമുക്ക് പ്രധാനം എന്നുള്ളതാണ് ഇന്ത്യൻ രാഷ്ട്രീയ ജനാധിപത്യത്തിൽ. രാഷ്ട്രീയ നിലപാടുകളാണ്. അല്ലെ, രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രാഷ്ട്രവിരുദ്ധമായ കാര്യങ്ങൾ പറയുകയോ രാഷ്ട്രവിരുദ്ധമായ കാര്യങ്ങൾ കൂട്ടുനിൽക്കുകയോ ചെയ്യണമെന്നല്ലല്ലോ. അപ്പോൾ രാഷ്ട്രീയം എന്നുള്ളത്, ഇപ്പം താങ്കൾ തന്നെ ആദ്യം പാർട്ടി ഇങ്ങനെ ഒരു നോമിനേഷൻ വരുമ്പോൾ പാർട്ടിയുമായി ആലോചിക്കണമായിരുന്നു. പാർട്ടിയുമായി ആലോചിച്ചില്ല. പാർട്ടി കൊടുത്ത ലിസ്റ്റിലില്ല. പാർട്ടി കൊടുത്ത ലിസ്റ്റിലില്ലെങ്കിൽ ഞാൻ പോകുന്നില്ല എന്നൊരു തീരുമാനമെടുക്കണമായിരുന്നു. അപ്പോൾ പാർട്ടി കൊടുത്ത ലിസ്റ്റിലില്ല, അല്ലെങ്കിൽ പാർട്ടി കൊടുത്ത ലിസ്റ്റിൽ ഉൾപ്പെട്ട് പോകണമായിരുന്നു. അപ്പോൾ പാർട്ടി ആദ്യം കൊടുത്ത ലിസ്റ്റിൽ ഉൾപ്പെടുത്താനുള്ള ഒരു സ്ട്രാറ്റജി വർക്കൗട്ട് ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല. ഇനി പാർട്ടി കൊടുത്തു കഴിഞ്ഞതിന് ശേഷം പിന്നെ ആ ലിസ്റ്റ് കൊടുത്തതിന് ശേഷം വീണ്ടും ഇടപെടാം. അറിയാൻ പറ്റുമല്ലോ താങ്കൾക്ക്. തീർച്ചയായിട്ടും പാർലമെൻ്ററി കാര്യ സമിതിയുടെയൊക്കെ ചെയർമാൻ എന്നുള്ള നിലയിൽ താങ്കൾക്ക് ഇതൊക്കെ അറിയാൻ പറ്റും. അല്ലെങ്കിൽ BJPയിലൊക്കെ നല്ല കണക്ഷൻസ് ഉള്ളതുകൊണ്ട് കോൺഗ്രസിൻ്റെ ലിസ്റ്റ് കോൺഗ്രസ് എന്നും അറിയാൻ പറ്റും, BJP എന്നും അറിയാൻ പറ്റും. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ താങ്കളുടെ പേരില്ലെങ്കിൽ തീർച്ചയായിട്ടും താങ്കൾക്ക് ഇടപെട്ട് താങ്കളുടെ പേര് കൂടി ഉൾപ്പെടുത്താം. ഇനി അല്ല എങ്കിൽ എൻ്റെ പേര് പാർട്ടി കൊടുത്തിട്ടില്ല എങ്കിൽ BJPക്കാർ ചോദിച്ചാലും ഞാൻ പോകുന്നില്ല എന്ന് തീരുമാനിക്കാം. അങ്ങനെയൊക്കെ രാഷ്ട്രീയമായി തീരുമാനിക്കേണ്ടി വരും. അതാണ് രാഷ്ട്രീയ പ്രവർത്തകൻ ചെയ്യേണ്ടുന്ന ഏറ്റവും അടിസ്ഥാനപരമായ വളരെ ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ. ഇത് രാഷ്ട്രീയത്തിൻ്റെ ഒരു ബാലപാഠമാണ്. എല്ലാവർക്കും ഇത് മണ്ഡലം കമ്മിറ്റി മുതൽ അഖിലേന്ത്യാ കമ്മിറ്റി വരെ, അഖിലേന്ത്യാ പ്രസിഡന്റിന് വരെ ഇത് ബാധകമാണ്. കാരണം എന്തെന്നാൽ പാർട്ടിയിൽ ഒരുപാട് അണികളുണ്ട്. അവരൊക്കെ രക്തം വിയർപ്പാക്കിയിട്ടും ഒരുപാട് ആളുകൾ, 10,000-കണക്കിന് ആളുകൾ ജോലി ചെയ്തിട്ടുമാണ്. ഒന്നും കിട്ടുകയൊന്നുമില്ല. അവർ പാർട്ടിയുടെ ആദർശം, ആശയം എന്നൊക്കെ പറഞ്ഞവർ ഗ്രൗണ്ടിൽ നിന്ന് പ്രവർത്തിക്കുന്നവരാണ്. അവർക്ക് സങ്കടം വരും. അവരെ കാണണം. താങ്കൾ ഇപ്രാവശ്യം വളരെ പ്രയാസപ്പെട്ടാണ് ജയിച്ചത്. രാജീവ് ചന്ദ്രശേഖരനോട് ജയിച്ചത് വളരെ ബുദ്ധിമുട്ടിട്ടാണ് ജയിച്ചത്. ആ ബുദ്ധിമുട്ടിലും താങ്കൾ ജയിച്ചത് കുറച്ച് കോൺഗ്രസ് പ്രവർത്തകരുടെ അശ്രാന്ത പരിശ്രമവും പ്രവർത്തനമൊക്കെ കൂടെ കൊണ്ടാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് താങ്കൾ രാഷ്ട്രീയ നിലപാടുകൾ എടുക്കുമ്പോൾ നിലപാടുകൾക്കനുസരിച്ച് എടുക്കണം. അപ്പോൾ അത് കോൺഗ്രസിനെ കൂടി, താങ്കളുടെ പാർട്ടിയെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് ആ തരത്തിലുള്ള ഒരു നിലപാടുകളിലേക്ക് പോകണം. അല്ലാതെ ഞാനാണ് പാർട്ടി എന്ത് പറഞ്ഞാലും ഞാനത് കേൾക്കില്ല. എനിക്ക് ഒരുപാട് കഴിവുകളുണ്ട്. ഞാൻ കുറേ അധികം കഴിവുകളുണ്ട്. മറ്റ് ശരാശരി രാഷ്ട്രീയക്കാരനേക്കാൾ എനിക്ക് ഒരുപാട് കഴിവുകളുണ്ട്. എന്നെ സമൂഹം കൂടുതൽ അംഗീകരിക്കുന്നു, എന്നെ കേൾക്കുന്നു. ഞാൻ 3 പ്രാവശ്യം നിന്നിട്ട് അവർ എന്നെ ജയിപ്പിച്ചു എന്നൊക്കെ പറയുമ്പോഴും ഞാൻ അമാനുഷ്യനല്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചിട്ടയാണ്. ശശി തരൂരിനെ പോലെയുള്ള ആളുകളെ ഇത് പഠിപ്പിക്കേണ്ടി വരുന്നത്, പറയേണ്ടി വരുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം അദ്ദേഹത്തിന് ഇതെല്ലാം അറിയാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ പല പ്രവർത്തനങ്ങളും, ഒരു
കരിയർ ഗ്രാഫ് പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷത്തെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ കുറച്ച് കാലത്തെ പ്രവർത്തനങ്ങൾ പരിശോധിച്ചാൽ അദ്ദേഹം ഒരു സ്ഥാനത്തിന് വേണ്ടിയിട്ട് ഈ ബഹളങ്ങളൊക്കെ ഉണ്ടാക്കുകയാണോ? അപ്പോൾ അങ്ങനെ ഒരു സ്ഥാനം കിട്ടിയാൽ, എവിടെയെങ്കിലും ഒരു സ്ഥാനം കിട്ടിയാൽ അതാണ് പ്രധാനം, തനിക്ക് തൻ്റെ പാർട്ടി അല്ല പ്രധാനം എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുമോ? അങ്ങനെ പ്രവർത്തിക്കുന്നത് ഒരു ആവറേജ് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരന് യോജിച്ചതല്ല. രാഷ്ട്രീയക്കാരന് സ്ഥാനങ്ങൾ കിട്ടും, സ്ഥാനങ്ങൾ പോകും, ചില വലിയ മോഹിപ്പിക്കുന്ന സ്ഥാനങ്ങൾ വരും, മോഹിപ്പിക്കുന്ന സ്ഥാനങ്ങൾ പോകും. ഇതെല്ലാം ഏറ്റെടുക്കാൻ തയ്യാറുള്ള, അപ്പോഴൊക്കെ പാർട്ടിയെ കൂടുതൽ വിശ്വാസത്തിലെടുക്കാൻ കഴിയുന്ന, പാർട്ടി അണികളെ വിശ്വാസത്തിലെടുക്കാൻ കഴിയുന്ന, അവർക്ക് കൂടി ബോധ്യപ്പെടുന്ന ഒരു തീരുമാനങ്ങളായിരിക്കണം എപ്പോഴും എടുക്കേണ്ടത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ശശി തരൂർ അത് ചിന്തിക്കുമെന്ന് കരുതുന്നു. എന്തായാലും പിന്നെ കോൺഗ്രസും കുറേ വട്ടം കളിച്ചു കഴിഞ്ഞു. ആദ്യം അദ്ദേഹത്തിൻ്റെ ലിസ്റ്റിൽ പേര് കൊടുത്തില്ല, കൊടുക്കണമായിരുന്നു. ശശി തരൂർ ഇത്രയും വിദേശത്തൊക്കെ നല്ല ബന്ധമുള്ള ആളെന്നുള്ള നിലയിൽ, ഐക്യരാഷ്ട്രസഭയിലൊക്കെ ഇരുന്ന ആളെന്ന്, UN ഇരുന്ന ആളെന്നുള്ള നിലയിൽ ശശി തരൂരിൻ്റെ പേര് ഫസ്റ്റിൽ കൊടുക്കണമായിരുന്നു. അവർ കൊടുത്തില്ല. പിന്നെ കൊടുത്തു കഴിഞ്ഞ ശേഷം വീണ്ടും അവർ കടന്ന് ഉരുണ്ടു, ആ ലിസ്റ്റ് പുറത്താക്കി, ചിദംബരം പുറത്താക്കി, അത് വേണ്ട ജയറാം രമേശ് പുറത്താക്കി, വേണ്ട നാശക്കോട്ടയാക്കി, അവസാനം വീണ്ടും ലിസ്റ്റിൽ ഉൾപ്പെടുത്തി കൊടുത്തു. കോൺഗ്രസും ഈ പറയുന്ന പോലെ ശശി തരൂരിനെ പോലെയുള്ള ഒരാളിനെ, അല്ലെങ്കിൽ അത്രയും പ്രഗത്ഭരായിട്ടുള്ള, മിടുക്കരായിട്ടുള്ള, അല്ലെങ്കിൽ സമൂഹത്തിൽ അല്ലാത്ത തരത്തിലും അംഗീകാരങ്ങളുള്ള ആളുകളെയൊക്കെ കളയാനും കോൺഗ്രസിന് കഴിയുന്നില്ല. ഉൾക്കൊള്ളുന്നതിനും പരിമിതിയുണ്ട്. ഉൾക്കൊള്ളുന്നതാണെങ്കിൽ ആദ്യമേ കൊടുക്കാമായിരുന്നല്ലോ. ലിസ്റ്റ് പേര് കൊടുത്തപ്പോൾ ആദ്യമേ കൊടുത്താൽ മതിയായിരുന്നല്ലോ, ഈ വിഷയങ്ങളൊന്നും വരത്തില്ലായിരുന്നു. പക്ഷേ ആദ്യം കൊടുക്കുന്നുമില്ല. അവിടെ ചില പ്രശ്നങ്ങൾ വർക്കൗട്ട് ചെയ്തു. പിന്നെ പേര്, എന്നാൽ പിന്നെ കൊടുക്കാതിരിക്കണം, അതിനുള്ള ആംബിയൻസും ഇല്ല. പിന്നെ പേര് കൊടുക്കുകയും ചെയ്യുന്നു. എല്ലാം കൂടി നാശകോശയാക്കുന്നു. എന്താണ് ഇങ്ങനെ? ശശി തരൂർ ഇത് ചിന്തിക്കേണ്ടതാണ്. കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതൃത്വം ഇത് ചിന്തിക്കേണ്ടതാണ്. ഇതെല്ലാം ഈ ചക്കളത്തെ പോരാട്ടമൊക്കെ കാണുന്ന, ഈ തമ്മിലടി കാണുന്ന, ഈ ബഹളങ്ങൾ കാണുന്ന ഒരു വലിയ സമൂഹം ഇവിടെയുണ്ട്. അതിൽ കോൺഗ്രസ്സുകാരെ വിശ്വസിക്കുന്നവരുമുണ്ട്, കോൺഗ്രസിനെ സ്നേഹിക്കുന്നവരുമുണ്ട്, ജീവിതം ഒഴിഞ്ഞു വെച്ച് കോൺഗ്രസിന് വേണ്ടി വല്ലാതെ പണിയെടുക്കുന്നവരുമുണ്ട്.